ഡോക്യുമെന്റ്സ് ഒക്കെ വക്കീലിനെ കാണിച്ചു, ഒക്കെ ടീക്കാ. ഇനി നമുക്കൊരു പേരിടണം. എന്റെ പേര് അച്യുതമേനോന്നാ. അത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇനി ആർക്കാ പേര്? തനിക്ക് ഇതുവരെ പേരിട്ടു? അയ്യോ, പേരിടുകയെന്ന് വെച്ചാ ഞങ്ങള് ബ്രോക്കർമാരൊരു പ്രയോഗ, വിലയിടുക എന്നാ ഉദ്ദേശിക്കുന്നത്. അതെ, നിങ്ങളാ ഉമ്മറത്തേക്ക് ഇരിക്കേ പോരാ. ഓ ശരി. ഓക്കെ. ആകെപ്പാട് ഒരു ദാരിദ്ര്യം കാണാനുണ്ട്. മക്കള് വിദേശത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു പുഷ്ടിപ്പ് കാണാനില്ല. വീട്, അച്ഛനമ്മമാർ, പഴയ ഓട്ടുപാത്രങ്ങൾ, ഫർണിച്ചർ, ഇതൊക്കെ വിട്ടിട്ടാണല്ലോ മക്കള് വിദേശത്തേക്ക് പോകുന്നത്. സെന്റിനൊരു 9-10 വരെയൊക്കെ തന്ത ചോദിക്കും കേട്ടോ. ആ, ആള് റിട്ടയർഡ് പുലിയാ. 6ാം വാരിക്ക് പൂട്ടിട്ടാലേ വീഴൂ. വെക്കാൻ തീരുമാനിച്ച ശേഷം 2 കൂട്ടർ വന്നിരുന്നു. സെന്റിന് 6 ലക്ഷം വരെ അവര് കണ്ടുള്ളൂ. അതിനൊന്നും ഏതായാലും കൊടുക്കാൻ ഉദ്ദേശമില്ല. അല്ല, ഇപ്പൊ മൊത്തത്തില് മാർക്കറ്റ് കുറച്ചിട്ടല്ല. ദുബായ്ക്കാരെ തള്ളിച്ചങ്ങ് തീർന്നല്ലോ. കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ പണിയാനാണെങ്കിൽ ഇപ്പൊ കോർപ്പറേഷന്റെ ഓരോ ഗുലുമാല് നിയമങ്ങളും, ഇത്ര ഏരിയ കാർ പാർക്കിംഗ്, ഇത്ര നില, ഇത്ര അടിത്താഴ്ചയില് പൈലിംഗ്, തേങ്ങാക്കൊല, പിന്നെ വീട് വെച്ച് താമസിക്കാൻ ഇപ്പൊ സിറ്റിയുടെ നടുക്ക് അങ്ങനെ ആർക്കും താല്പര്യമില്ല. ഒന്നാമത് കള്ളന്മാരുടെ ശല്യം. ഈ ഏരിയ മതി. നിങ്ങൾ ഈ ബ്രോക്കർമാരുടെ സ്ഥിരം ഡയലോഗ് എന്നോട് വേണ്ട. എനിക്കത് കേൾക്കാനുള്ള സമയമില്ല. കറക്റ്റ്. ഞാനൊരു വില പറയും. അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് കേടാം. ഓ, സാറ് പറഞ്ഞോളൂ. എനിക്ക് സെന്റിന് 8 ലക്ഷം റുപ്യ കിട്ടണം. 8? അയ്യോ, 8 എന്നൊക്കെ പറഞ്ഞാല് ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ ചാൻസാണ്. എത്രയാ നിങ്ങൾ കാണുന്നത് പറഞ്ഞു. ഇനി ആരോടെങ്കിലും ആലോചിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഒരു മിനിറ്റേ. രാൻക, ഞങ്ങള് സ്പോട്ടിലുള്ളത്. നമുക്ക് ഫൈനൽ എന്ത് പറയാം? ജോയെ, ജയപ്രകാശ, നമുക്ക് എത്രക്ക് പിടിക്കാം? അവനോട് 9 എന്ന് പറ. സിറിയക്ക് 11 വരെ ഓക്കെയാണ്. ഒരു 9 മുറിക്കാൻ നോക്കണം. അതിന് താഴെ പിടിക്കാൻ നോക്കിയാല് അത് നിങ്ങക്ക്. രാൻക പറഞ്ഞ വാക്ക് മാറ്റൂലെന്നറിയാം, എങ്കിലും ചോദിക്കുക. വാക്കാണല്ലേ. ഓ, അപ്പൊ എങ്ങനെ ഭായി? നിങ്ങൾ പറയുന്ന വിലക്ക് കോഴിക്കോട് അങ്ങാടില്ലെങ്കിൽ സ്ഥലം കിട്ടൂലെന്ന്. അതിപ്പോ കൊയിലാണ്ടിയോ പയ്യോളിയോ മാവിലായിലോ മറ്റോ നോക്കേണ്ടി വരും. അതെ, കേൾക്കുമ്പോ കൂടുതലാണെന്ന് തോന്നും, പക്ഷെ നാളെ മറച്ചു വെച്ചാൽ ഇതിന്റെ മുകളിലോട്ടിലേ പോകാൻ പോകുന്നത്. ഞാൻ മൂപ്പറുടെ മുമ്പിലാ നിൽക്കുന്നത്. ആ വില അങ്ങോട്ട് പറയാൻ പോവാണ്. നിങ്ങൾക്ക് പറ്റിയാ നോക്കില്ല, പാർട്ടി വേറെ ഉണ്ട്. ഓ എന്റെ മേനോ സാറേ, ഞാനൊരു വില അങ്ങോട്ട് പറയാം. കച്ചവടം നടക്കാൻ വേണ്ടിയാ. മിനിമം സമയത്തിനാ എന്ന് വെച്ചാ 1 മാസത്തിനുള്ളിൽ സംഗതി തീർക്കാം. വില പറ. സെന്റിന് ഒരു 7.5 ലക്ഷം. 7.5? നല്ല ടോപ്പ് വിലയാണ് സാർ, കൈനീട്ടിക്കോളി. രജിസ്ട്രേഷൻ 1 മാസത്തിനാവും. കബൂൽ. എന്റെ MBBS 2008 ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ എനിക്ക് പോയേ പറ്റൂ. നീ കൂടെ വരും വേണം. അതെന്തിനാന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ ഡോക്ടർമാരുടെ ഇടയിൽ വന്ന് കിടന്ന് ഞാൻ എന്തുണ്ടാക്കാനാ? മൈസൂർ ദസറയ്ക്ക് നായി കുടുങ്ങാന്നൊരു പ്രയോഗമുണ്ട്. അതുപോലാകും എന്റെ അവസ്ഥ. എടാ, എന്റെ ബാച്ചിൽ കല്യാണം കഴിഞ്ഞൊരു, എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു എല്ലാവരും വരുന്നുണ്ട്. ഞാൻ മാത്രം എങ്ങനെ തനിച്ചു പോവും? ഒക്കെ നീ ചെയ്ത ചതിയല്ലേ. എന്ത് ചതി? ഇടി SSLC പാസ് ആവല്ലേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ പാസ്സായി. പ്രീ ഡിഗ്രിക്ക് പോകല്ലേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ പോയി. MBBSന് ചേരല്ലേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ ചേർന്നു. നീ പേടിക്കണ്ട. നിന്നെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ നീ വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലറാണെന്ന് ഞാൻ പറഞ്ഞോളാം. 2 കണ്ടീഷൻ ഉണ്ട്. സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം. എന്താ? അവിടെ ആർക്കും എന്നെ പരിചയപ്പെടുത്തി കൊടുക്കരുത്. പിന്നെ 2 വിട്ടിട്ടേ ഞാൻ വരൂ. 2 പാടുള്ളൂ. ഹൈ, കാശ് നീയല്ലേ കൊടുക്കുന്നത്, അപ്പൊ എണ്ണോ നിനക്കെന്നെ തീരുമാനിക്കാമല്ലോ. എന്തേ? കുറച്ച് കാലായി ഡോക്ടർമാർക്ക് ഇട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് പണി പാളും മോളെ. JP, സാറേ, ഇതങ്ങോട്ട് പിടിച്ചോളി. 5 ലക്ഷം ഉണ്ട്, ഒരു ടോക്കൺ. ഞാൻ ചോദിച്ചില്ലല്ലോ. കാര്യങ്ങൾ വ്യവസ്ഥയായ സ്ഥിതിക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. നിങ്ങൾ രജിസ്ട്രേഷൻ വേഗം നടത്തിയാൽ മതി. ഇത്രയും പണം എനിക്കിവിടെ സൂക്ഷിക്കാനാവില്ല.
അത് കൈക്കലാക്കാൻ ആരെങ്കിലും എന്നെ കൊന്നും തന്നെ വരും. വേണ്ട വേണ്ട, അല്ല ഈ ക്യാഷ് സാറ് വീട്ടിൽ വെക്കണ്ട, ബാങ്കിലിടാലോ. എനിക്കതിന് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലിപ്പോ. പിച്ചക്കാർക്ക് വരെ ബാങ്ക് അക്കൗണ്ടും ATM കാർഡും പാൻ നമ്പറുള്ള കാലം. ഇൻകം ടാക്സ് റേഡ് വേറെ. ഏതായാലും ഒരു അക്കൗണ്ട് അങ്ങോട്ട് തുടങ്ങാം. ഇനിയിപ്പോ വലിയ പേയ്മെന്റ് ഒക്കെ വരാനുള്ളതല്ലേ. അതൊക്കെ എനിക്കതിന് ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാൻ ആരുമില്ല. സഹായത്തിന് അത് സാറ് വിട്, ഒരൊറ്റ ഫോൺ കോള് ബാങ്ക് ഇവിടെ എത്തും. IDI Need all your money, and every time you're horny, grab all your money and treat you like a honey. We need all your money, and every time you're horny, you grab all your money and treat you like a honey. Make money, money. Make money, money, make money. Money. മര്യാദക്ക് ഇരുന്ന് തിന്നൂടെ കുട്ടികളെ നിങ്ങൾക്ക്? ഒരു തൊണ്ടക്കാലിലും ഒരുത്തി പടാപ്പുറത്തും. അമ്മേ വധു ഡോക്ടറാണ്. അല്ല, ഞാൻ പഴയ പടത്തിന്റെ പേര് പറഞ്ഞതാ. അതിപ്പോ പറയാൻ കാര്യം, അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. പേരെന്താന്നറിയോ? വരൻ SSLCയും ഗുസ്തിയും. പൊടി പട്ടി. ബീനയുടെ വീട്ടുകാരെ സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. അയാൾ ഈ അടുത്ത കാലത്തൊന്നും ചാവൂന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. ചാകാൻ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ തട്ടിക്കളെ ആരെങ്കിലും വിട്ട്. ജെപിയെ ആരാ? പ്രദീപേ, കൊലപാതകം ആസൂത്രണം ചെയ്യുമ്പോഴേക്കും പോലീസ് എത്തിയോ? എന്താ യൂണിഫോമില്? വായിരിക്കും, ചായ കഴിക്കാം. അമ്മേ ഓൺ ഡ്യൂട്ടിയാ. നീ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വാ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ പ്രശ്നമെന്ന് വെച്ചാ പേടിക്കാനൊന്നുമില്ല. ആ നടക്കാവിലെ പ്രോപ്പർട്ടി വിറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ. എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കമ്മീഷണർ AC-മാരും ഫുൾ ടീം സ്പോട്ടിലുണ്ട്. നിന്നെ CHനെ വിളിപ്പിക്കാൻ പറഞ്ഞു. എന്താ പ്രദീപേ? പ്രശ്നമൊന്നുമില്ല ടീച്ചറെ, ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനാ. നടക്കാവിലെ മേനോൻ സാറിന്റെ പണി പാളിയോ? ഞാൻ ദാ വരുന്നു. അല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ പ്രതിഭേട്ട? ഛേ, ഒന്നുമില്ലെന്നേ. സര നടക്കാവ് മെസ്സേജ് റിസീവ് ഓവർ. വിജയ സർ, എന്താ സംഗതി? സർ, ഈ വീട് വിൽപ്പന ചെയ്തതിന്റെ പ്രശ്നമാണ്. വീട് ആര് വിറ്റു? സർ, വിദേശകാര്യ സെക്രട്ടറി ചന്ദ്രശേഖർ മേനോന്റെ തറവാട് വീടായത്. അതറിഞ്ഞു. ഈ കമ്മീഷണർ കലക്ടർ ഓടി വന്നത് അതുകൊണ്ടാണല്ലോ. ആർക്കാ വിറ്റത്? ആരാ വിറ്റത്? സർ, മൂപ്പരുടെ അച്ഛൻ തന്നെയാ സംഭവം കച്ചവടാക്കിയത്.